അതിന് മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് എത്തിക്കാനും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ അതിന് വിപണനം നടത്തുന്നതിനും ഉള്ള ഇടപെടലുകൾ തീർക്കുക എന്നാണ് സർക്കാർ നോക്കുന്നത്. ഞാൻ ഒറ്റ പറയാം. അതുകൂടി നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും പ്രൈമറി അഗ്രികൾച്ചറായിരുന്നു. നടുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു. അതുകൊണ്ട് വലിയ ലാഭം കർഷകന് കിട്ടുകയില്ല. കർഷകന് നമ്മളെല്ലാം ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരാണ്. വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദകരാണ്. ഷർട്ടായാലും പാൻ്റായാലും നേരത്തെ പോലെ നയിക്കായാലും എന്തായാലും ഗ്ലാസ്സായാലും എല്ലാം ഏത് സാധനം ഉൽപ്പാദിപ്പിക്കുന്നോ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദിപ്പിച്ച ആൾക്കാരാണ്. ഇങ്ങനെ അവകാശമില്ലാത്ത ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ, അത് കർഷകനാണ്. കർഷകന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാൻ അവകാശമില്ല. എന്താണ് അനുഭവം ചെയ്യാൻ പറ്റുക? അതിൽ നമുക്ക് സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് മാറണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ ഏത്തവാഴ കൃഷി ഉള്ള ആളുകളുമായി ഒന്ന് ആലോചിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു കൃഷിക്കൂട്ടങ്ങളും മറ്റും ഉണ്ടായതിൻ്റെ ഭാഗമായി നമുക്ക് ഒന്നും ചെയ്യാം. നമ്മുടെ ഉൽപ്പന്നത്തിൽ ഇവിടെ നാളെയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാതെ പോകുന്ന അവസ്ഥ മാറ്റാൻ ഈ ഉൽപ്പന്നത്തെ ഇവിടെയും നാടൻ ഉൽപ്പന്നം എന്നുള്ള തരത്തിൽ നമ്മുടെ മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകളിലും വിപണനം ചെയ്യുന്നതിനും ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ എത്തിക്കുന്നതിനുള്ള ഇടപെടൽ ഇപ്പോൾ ഈ അന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായി തന്നെ ആ ഇടപെടലിൽ ഞാൻ തുടക്കം കുറിക്കാം എന്നോട് പറയുന്നു. മറ്റൊന്ന് ഈ തോടിൻ്റെ മറ്റും കാര്യമാണ്. ജനകീയ ഇടപെടൽ തന്നെയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഇടപെടുക ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല, ഇപ്പോൾ അറിയില്ല. ആ തോടിൻ്റെ രീതി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, അതിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടപെടുന്നതായിരിക്കും എന്നായിരിക്കും. മറ്റേത് ഞാൻ ഇന്ന് തന്നെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയാം, ഒന്നിച്ചിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാം. നാളുകളിൽ ഈ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാൻ ഇടപെടൽ നടത്തുന്നതായിരിക്കും. ചോദ്യം ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി സാറിനോടാണ്. ഞാൻ കടന്നു വരുന്നത് സീതത്തോട്ടിൽ നിന്നാണ്. ഈ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും കിഴക്കൻ മലയോര പ്രദേശമായ സീതത്തോട്ടിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രദേശത്തുള്ള കർഷകർ ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ മലയോര പ്രദേശമായ ഗുരുനാഥൻ അടക്കം ഉള്ള പ്രദേശങ്ങളിൽ വലിയ കൃഷിയിടമായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ കൃഷി ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ഒരു കടന്നുകയറ്റം, ആനയടക്കമുള്ള മൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് വന്ന് കൃഷികൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യം. അതുപോലെ ഒരു നാളികേരം പോലും നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. മലയണ്ണാൻ അടക്കമുള്ള മൃഗങ്ങൾ കടന്നു വന്നുകൊണ്ട് നാളികേരമടക്കം അതുപോലെ വാഴകളടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്യജീവികൾ കടന്നു വന്നുകൊണ്ട് കൃഷിഭൂമി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ മലയോര പ്രദേശത്തുള്ളത്. അവിടെ എന്ത് പ്രതിവിധി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും ആ മലയോര പ്രദേശത്തെ കർഷകർക്ക്? കാരണം അവിടെയുള്ള കർഷകർ ഇപ്പം കുടിയിറങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യം. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചത്. ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് വരുമ്പോൾ ഇത് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ല കേട്ടോ, ഇത് വനം വകുപ്പിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. കാരണം കൃഷിനാശം ഉണ്ടാകുന്നത് തിട്ടപ്പെടുത്താൻ മാത്രമേ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളൂ. അവർ തിട്ടപ്പെടുത്തുന്നു. സാധാരണ കിട്ടുന്ന നഷ്ടപരിഹാരത്തേക്കാൾ 10% കൂടിയ തുക ഇവർ കൊടുക്കുന്നു. ഇതാണ് വരുന്നത്. പക്ഷേ ചോദ്യങ്ങൾ മൊത്തം നേരിടേണ്ട ഒരാൾ ഞാനാണ്. കൃഷി വകുപ്പ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബജറ്റിനകത്തെ പണം കൊണ്ട് ആദ്യം ഒരു 3 കോടി രൂപ മുടക്കിയിട്ട് ഈ വനംവകുപ്പിനെ ഞങ്ങൾ ഏൽപ്പിച്ചതല്ല. കാരണം ഞങ്ങളുമായിട്ടുള്ള എനിക്ക് വനംവകുപ്പ് എപ്പോഴും പ്രസം പറയുന്നത് നിങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ജണ്ട അതെല്ലാം ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതാണ് വിചാരിച്ചു. അതിനുശേഷം RKV അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും 25 കോടി 16 കോടി ഈ തരത്തിൽ തുക നിൽക്കുന്നത്. ഇത് അവർ കിടങ്ങൊക്കെ കുഴിക്കുന്നു ഇങ്ങനെ ഇതും. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നേരത്തെ വർഗീസ് നേരത്തെ ചോദിച്ചല്ലോ, ഈ ഞാൻ ഉണ്ട് ഹൈദരാബാദ്. ഞാൻ അവിടെ പോയി കുറേ സ്റ്റാർട്ടപ്പ് ഉപകരണങ്ങൾ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടുകൂടി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മൃഗങ്ങളെ ഓടിക്കുന്നതാണ്. ഫലപ്രദമാണെന്ന് കണ്ടത്. കൃഷി വകുപ്പ് പണം മുടക്കി അത് വാങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തേക്കും ആവുമെന്നല്ല പറയുമെങ്കിലും കൃഷി വകുപ്പ് എന്നുള്ള തരത്തിലുള്ള ഞങ്ങൾ വനം വകുപ്പുമായിട്ട് സംസാരിച്ചു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ളത് നോക്കുക. അകത്ത് ഭക്ഷണവും വെള്ളവും കിട്ടുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടതാണ്. 2, ഇറങ്ങുന്നതിനെ അകറ്റാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കുക. ആ അകറ്റാൻ പറ്റുന്നതിനാണ് ഈ പറയുന്ന തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക. 3, ചിലതിനൊക്കെ കൊല്ലണം എന്ന അഭിപ്രായക്കാരനാണ്. പന്നിയെ കൊല്ലാനുള്ള അനുവാദം കർഷകന് കൊടുക്കണം.
കൊല്ലാൻ മാത്രമല്ല കൊല്ലാനും തിന്നാനും അനുവാദം കൊടുക്കും. എന്തിനാണ് അതിനകത്ത് പറയേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇത് നമുക്ക് ഞാൻ കേന്ദ്ര ഇതിൻ്റെ മന്ത്രാലയത്തിൽ ഉണ്ടാവും അപ്പോൾ എനിക്ക് നല്ല വിശദമായ മറുപടി ഞാൻ അതിനകത്ത് പറയില്ല. ഷെഡ്യൂൾഡ് ഇന്നതെല്ലാം ഇന്നതെല്ലാം ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് തമിഴ്നാട് പോലും പറഞ്ഞാൽ തമിഴ്നാട് പോലും 3 കിലോമീറ്ററിന് ഇപ്പുറം വരുമ്പോൾ മാത്രമേ കൊല്ലാനൊക്കെയുള്ളൂ. 1 കിലോമീറ്റർ പറഞ്ഞാൽ വനത്തിനാണ് അതിർത്തി എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കണമെന്നാണ്. അപ്പം നമ്മൾ ചെയ്ത പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അനുവാദം കൊടുത്തു കൊല്ലാനുള്ള ഒരു പവർ മീൻസ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കണം. ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർക്ക് കൊടുക്കും. അതുകൊണ്ടൊന്നും അറിയില്ല. ഞാനിതെല്ലാം ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ നാട്ടിൽ പന്നിയായിരുന്നു. കേരളത്തിൽ കാടില്ലാത്ത ഒരു ജില്ല മാത്രമുള്ളത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറാട് പോലുള്ള പ്രദേശത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാട്ടുപന്നികളാണ്. കാട്ടുപന്നിക്ക് വിസയും പാസ്പോർട്ടും ഒന്നും ആവശ്യമില്ല. ഞാനും കുറേ മഞ്ഞമാണ്ടതെല്ലാം കേരളയിൽ നടന്നാണ് എങ്ങനെയല്ല ഇങ്ങനെ മാറ്റാവുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബന്ധത്തോട് ജനകീയ സമിതി ഉണ്ടാക്കുന്നു, തോക്കുമായിട്ട് ആൾ വരുന്നു, ഒന്നും പന്നിയും കിട്ടിയില്ല. പന്നിയും ഇവിടെ പോയി, തോക്കുകാർ വേറെ ഇവിടെ പോയി. ഇത് നമുക്ക് ഇത് കൊന്ന് തിന്നാനുള്ള അനുവാദം കർഷകർക്ക് കിട്ടണം. മലയണ്ണാൻ്റെ കാര്യം ഞാൻ ഇവരോട് പറയുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ കരിക്കിൻ്റെ വെട്ടുന്നത് പോലെ മോണം വെട്ടിയിട്ട് ഒരു ചെറിയ നമ്മൾ സ്ട്രോ ഇടുന്ന ലക്ഷ്യ വലുപ്പത്തിൽ വെട്ടിയിട്ട് അത് മുഴുവൻ എടുത്തിട്ട് ഇത് മൊത്തം പിന്നെ ഇങ്ങനെ അടന്ന് വീഴുകയാണ്. ഒന്നും പോലും കിട്ടാത്ത തരത്തിലാണ് മലയണ്ണ നിന്ന് കൊല്ലാൻ പറ്റില്ല. പക്ഷെ കാട്ടുപന്നിയെങ്കിലും കൊല്ലാനുള്ള അനുവാദം കിട്ടിയില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നറിയാം. 4ാമത്തെ പ്രശ്നം നമുക്ക് നഷ്ടപരിഹാരത്തിൽ വർധന ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളും ഈ പറയുന്ന സിഗത്തോട് അതുപോലുള്ള മേഖലയിൽ തന്നെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കണമെന്നാണ് ആലോചിക്കുന്നത്. വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഞാൻ അംഗീകരിക്കുന്നു.